യൂത്ത് കോൺഗ്രസ് കെഎസ്യു പ്രവർത്തകർക്കെതിരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസ് സ്റ്റേഷന് മുന്നിൽ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു. പ്രവർത്തകർ ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറിയും പ്രതിഷേധിച്ചു. തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിലും കെഎസ്യു പ്രവർത്തകരെ കറുത്ത തുണി കൊണ്ട് മുഖം മറച്ച് വിലങ്ങിട്ട് കൊണ്ടുപോയ സംഭവത്തിലും പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ഈ സംഭവത്തിൽ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഷാജഹാനെതിരെയും പ്രതിഷേധക്കാർ മുദ്രാവാക്യങ്ങൾ മുഴക്കി. പോലീസ് സ്റ്റേഷന് മുന്നിൽ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു. എന്നാൽ പ്രവർത്തകർ ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അകാരണമായി മർദ്ദിക്കുന്നുവെന്നും അറസ്റ്റ് ചെയ്തവരെ മുഖംമൂടിയണിയിച്ച് അപമാനിക്കുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ നീതി നടപ്പിലാക്കാനാണ് ഈ ഓരോ യൂത്ത് കോൺഗ്രസും ഈ പറയുന്ന കെഎസ്യുകാരനും കോൺഗ്രസുകാരനൊക്കെ ഈ നിരത്തിലിറങ്ങി അടി വാങ്ങിക്കൂട്ടുന്നത്. ഇപ്പൊ 3 കെഎസ്യുകാരെ ശരി പിടിച്ചു, കേസാണ്, ശരി സമ്മതിച്ചു. എന്തുകൊണ്ട് വെറും നികൃഷ്ടമായ രീതിയിൽ ഷാജഹാനെ പോലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെയാണ് ഒരു പ്രതികളെ പിടിക്കേണ്ടത്? അവര് ഒരാളെ കൊന്നതല്ല, ഒരാളെ മോഷ്ടിച്ചതിലല്ല, നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ പാവപ്പെട്ട വിദ്യാർത്ഥികളെ കരിമുഖം മൂടിയിട്ട് കയ്യിൽ വിലങ്ങ് വെച്ച് കുറ്റവാളികളെ പോലെ ഇങ്ങനെ നടത്തിച്ച പ്രിയപ്പെട്ട ഷാജഹാൻ അടക്കമുള്ള പോലീസുകാരോടാണ് പറയുന്നത്. ഇത് നടപ്പിലാക്കാൻ നട്ടലുള്ള കെഎസ്യുകാരും യൂത്ത് കോൺഗ്രസുകാരും അതുപോലെ തന്നെ കോൺഗ്രസുകാരും ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി നിരത്തിലിറങ്ങാൻ ആൺപിള്ളേരും ഉണ്ടെന്നും പെൺപിള്ളേരും ഉണ്ടെന്നും കൂടെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്. ഇത് ഗാന്ധി സിനിമയല്ല. യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികൾ ഇപ്പോൾ കാണുന്നത് മമ്മൂട്ടിയുടെ ടർബോയും തല്ലുമാലയും മാർക്കോയും ഒക്കെയാണെന്നും കയ്യബദ്ധം കാണിച്ചാൽ പണി സിനിമയിലെ ക്ലൈമാക്സ് കാണേണ്ടി വരുമെന്നും പോലീസിനോട് കോൺഗ്രസ് നേതാവ് PR സുരേഷ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇത് ഞങ്ങളെ കോൺഗ്രസിന്റെ ആളുകളെ തല്ലുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആളുകളെ സമരമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ട് ഇത് കോൺഗ്രസ് ആണ്, മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ്. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ, ഗാന്ധി സിനിമ മാത്രം കണ്ടു വളരുന്ന ആളുകളൊന്നല്ല ഞങ്ങളെ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികള്. ഞങ്ങളിപ്പോ ഈ കുട്ടികൾ കാണുന്ന സിനിമയൊക്കെ മമ്മൂട്ടിയുടെ പിന്നെ ടർബോ, അതുപോലെ തന്നെ മറ്റേ തല്ലുമാല, ഉണ്ണിമുകുന്ദന്റെ ഒക്കെ എന്താണ് ആ പടത്തിന്റെ പേര്, KGF പോലുള്ള ഉണ്ണിമുകുന്ദന്റെ പടമൊക്കെ ഉണ്ടല്ലോ, എന്താണ് ആ പടത്തിന് പേരൊന്നും ഓർമ്മ വരുന്നില്ല, മാർക്കോ. ഈ മാർക്കോന്റെ പടം പോലുള്ള പടങ്ങൾ കാണുന്ന കുട്ടികളാ. വെറുതെ കയ്യബദ്ധം നിങ്ങൾ കാണിക്കണ്ട. കുട്ടികൾക്ക് വെറുതെ കയ്യബദ്ധം വന്നാൽ അവസാനം പണി സിനിമയിലത്തെ ക്ലൈമാക്സ് സീനുകൾ കാണേണ്ടി വരും. നിങ്ങൾ നല്ല മനസ്സിലാക്കുകയാണ് നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ ഈ പൊരിവെയിലത്ത് അധികം നിർത്തിയിട്ട് നിങ്ങളെയും ബുദ്ധിമുട്ടിക്കില്ല, ഞങ്ങളും ബുദ്ധിമുട്ടുന്നില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് മാന്യത വേണം. ഞങ്ങൾ പൊതുപ്രവർത്തന രംഗത്തെ സംഘടനാ പ്രവർത്തന രംഗത്തെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് മാന്യത വേണം. പ്രവർത്തകരെ തല്ലിയാൽ നിങ്ങൾ കാക്കിയഴിച്ച് പുറത്തിറങ്ങുമ്പോൾ കയ്യും കാലും തല്ലിയൊടിക്കാൻ യൂത്ത് കോൺഗ്രസിന് കഴിയുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അരുൺകുമാർ പറഞ്ഞു. ഒരു കാര്യം പോലീസ് എടുത്തു പറയാം, ഞങ്ങളുടെ സഹപ്രവർത്തകരെ ഇടിമുറിയിലിട്ട് ഇടിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ യൂണിഫോം അടിച്ച കയ്യും കാലും തല്ലിയൊടിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് കഴിയുമെന്ന് ഒപ്പിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഈ യൂണിഫോമിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ആളുകളെ അനാവശ്യമായിട്ട് തല്ലുക. ഈ യൂണിഫോം ഇങ്ങനെ നിലത്ത് മാറും, അത് പോകും, ഭരണം മാറും. അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പണി അറിയാം. നിങ്ങൾ കരുതും ഒരു 30 ആള് 50 ആള് വന്നു എന്ന്. യൂത്ത് കോൺഗ്രസ് ഇറങ്ങിയ അത് നിങ്ങൾക്ക് മനസ്സിലാവും. തുടർന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു. CCN മണ്ണാർക്കാട്.